ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് മുട്ട ബജി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു തേങ്ങാ ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 3 തണ്ട് മല്ലിയില ചേർക്കുകയാണ്. അതോടൊപ്പം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് 1 തണ്ട് കറിവേപ്പില മാത്രം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 4 ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയ 2 പച്ചമുളക് ചേർക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർക്കുകയാണ്. അതോടൊപ്പം 1/2 കപ്പ് മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച അരിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 നുള്ളു സോഡാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ചമ്മന്തിയിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ബാറ്ററിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം വേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ മുട്ടയിലേക്ക് ഒരു ബാറ്റർ നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം വേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസ് മുട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ എങ്ങാനും വെച്ചാൽ മതിയാകും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോ പീസ് മുട്ട നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഓരോ മുട്ടയും ഇതുപോലെ എടുത്ത് ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതായത് 2 സൈഡ് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.